ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയാ? അയ്യോ, ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയോ? ആ റെഡി ആവണു. എന്താ സ്പെഷ്യല്? ഡിഫറെന്റ് എന്ന് പറഞ്ഞാ പുട്ടും കടലയും തന്നെയാണ് ഉണ്ടാക്കിയേക്കണേ. പക്ഷെ ആ പുട്ടിനൊരു പ്രത്യേകത ഉണ്ട് കേട്ടാ. അത് കഴിച്ചു നോക്കിട്ട് പറയണം. സ്പെഷ്യൽ പുട്ട് കടല നോർമൽ തന്നെ. സ്പെഷ്യൽ പുട്ട് ഇപ്പൊ റെഡി ആവും കേട്ടോ. ഒന്ന് വെയിറ്റ് ചെയ്യണം. ഒരു 5 മിനിറ്റും കൂടി ഉണ്ട് കേട്ടോ. ഹലോ, എല്ലാവർക്കും മണിക്കുട്ടൻസ് കിച്ചണിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖല്ലേ? ഇന്നത്തെ റെസിപ്പി പുട്ടും കടലയുമാണ്. നമുക്ക് എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ട ഒരു റെസിപ്പിയാണ് പുട്ടും കടലയും അല്ലേ? അപ്പോൾ ഈ പുട്ടിനൊരു പ്രത്യേകതയുണ്ട്. അതെന്താണെന്നുള്ളത് വഴിയെ കണ്ടറിയാം. എത്ര കഴിച്ചാലും മതി വരാത്തൊരു പുട്ടാണ് കേട്ടോ ഇത്. അതുപോലെ തന്നെ കടലക്കറി, ഇത് രണ്ടും ഇഷ്ടപ്പെടാത്തവർ വളരെ ചുരുക്കമായിരിക്കും മലയാളികൾ അല്ലേ? അപ്പോൾ നമുക്ക് നോക്കാം. കുഴച്ചിട്ട് ഇങ്ങനെ എടുക്കാം. ഇങ്ങനെ എടുത്തിട്ട് പുട്ടുണ്ടാക്കുന്നതിന് വേണ്ടി വറുത്ത അരിപ്പൊടിയാണ് എടുക്കുന്നത്. നിങ്ങളുടെ വീട്ടിൽ സാധാരണ പുട്ടുണ്ടാക്കുവാൻ എത്രയാണോ അളവ് എടുക്കുന്നത് അത്രയും അളവിൽ അരിപ്പൊടി എടുത്തതിന് ശേഷം കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം മിക്സിയുടെ പൊടിക്കുന്ന ജാർ എടുത്തിട്ട് അതിലേക്ക് ഒരു 8 അല്ലി ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് കഴുകിയെടുത്തതാണ്, തൊലിയെല്ലാം കളഞ്ഞ്. കുറച്ച് ജീരകം കൂടെ ചേർത്ത് കൊടുത്ത് വെള്ളം ചേർക്കാണ്ട് നന്നായിട്ട് പേസ്റ്റാക്കി എടുത്തിട്ട് വരാം. ഇതുപോലെ വെള്ളം ചേർക്കരുത് കേട്ടോ. ഇതിനാണ് പൊടിക്കുന്ന ജാർ എടുക്കാൻ പറഞ്ഞത്. മിക്സിയുടെ പൊടിക്കുന്ന ജാറിലെടുത്താൽ നന്നായിട്ട് അരച്ച് കിട്ടും. ഇനി നമ്മൾ നേരത്തെ അരിപ്പൊടിയിലും ഉപ്പ് ചേർത്ത് വെച്ചിരുന്നു അല്ലേ? കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഈ പേസ്റ്റ് അതിലേക്ക് ആഡ് ചെയ്തിട്ട് ഇതുപോലെ ഫുള്ളായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കുറച്ച് നാളികേരം ചിരകിയത് കൂടെ ആഡ് ചെയ്യുക. നാളികേരം ചിരകിയത് നമ്മൾ കുഴയ്ക്കുന്ന സമയത്ത് ആഡ് ചെയ്ത് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും, നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ പുട്ട്. എന്നിട്ട് കൈ കൊണ്ട് ആദ്യം തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എല്ലാ ഭാഗത്തേക്കും, പൊടിയുടെ എല്ലാ ഭാഗത്തേക്കും നന്നായിട്ട് കൈ കൊണ്ട് ആദ്യം മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷമാണ് നമ്മൾ കുറച്ചായിട്ട് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇതുപോലെ കൈ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതിനുശേഷം സാധാരണ പ്ലെയിൻ വാട്ടറാണ്, കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കുക. ഫസ്റ്റ് തന്നെ ഒരുപാട് ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ. അതിൻ്റെ പരുവം നിങ്ങൾക്ക് ഇതിൽ ശ്രദ്ധിക്കുമ്പോൾ മനസ്സിലാവും. ഞാൻ കുറച്ചായിട്ട് വെള്ളം ആഡ് ചെയ്ത് കൊടുത്ത് എല്ലാ ഭാഗത്തേക്കും ഇതുപോലെ കൈ കൊണ്ട് മിക്സ് ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് പിടിക്കുമ്പോൾ ഇതുപോലെ വരണം കേട്ടോ. ഈ ഒരു പരുവായി കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല. കണ്ടില്ലേ? ഇനി നമുക്കിതാ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ഒരു 15 തൊട്ട് 20 മിനിറ്റ് നേരം ഒന്ന് അടച്ചു വെക്കാം നമുക്ക്. അതിനുശേഷം നമുക്ക് പുട്ടുണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യാം. എൻ്റെ അടുത്ത് ഇതുപോലെ ഒരു പുട്ട് മേക്കറാണുള്ളത്. നിങ്ങളുടെ അടുത്ത് സാധാരണ പുട്ടുണ്ടാക്കുന്ന സാധാരണ പഴയ പുട്ടും കുടുക്ക എന്നാണ് ഞങ്ങളുടെ അവിടെ പറയുക. ഓരോ സ്ഥലത്ത് ഓരോ രീതിയിലാവും പറയുക. അപ്പോൾ പുട്ടുണ്ടാക്കുന്ന പുട്ട് മേക്കർ എടുത്തിട്ട് അതിൻ്റെ ചില്ലിട്ട് കൊടുക്കുക. അതിനുശേഷം കുറച്ച് നാളികേരം ആഡ് ചെയ്ത് കൊടുക്കുക. നാളികേരം അധികം ഇഷ്ടമില്ലാത്തവർ അധികം ആഡ് ചെയ്യണ്ട കേട്ടോ. നാളികേരം ഇടുന്നതിനനുസരിച്ചിട്ട് അതിൻ്റെ ടേസ്റ്റ് കൂടും. എന്നിട്ട് കുറച്ച് നമ്മുടെ ഈ മിക്സ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം കുറച്ചുകൂടെ നാളികേരം ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് നമ്മുടെ അരിപ്പൊടിയുടെ മിക്സും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഏറ്റവും അവസാനം കുറച്ചുകൂടെ നാളികേരം ഫില്ല് ചെയ്ത് കൊടുക്കുക. ഞാൻ നാളികേരം ഒരുപാട് ഇടും. ഇവിടെ എല്ലാവർക്കും വലിയ ഇഷ്ടമാണ് പുട്ടിലിടുന്ന നാളികേരം. അതിനുശേഷം കുക്കറിലാണ് ഇത് വെക്കുന്നത് കേട്ടോ. കുക്കറിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. അതിനുശേഷം അതിൻ്റെ അടപ്പെടുത്തിട്ട് അതിൻ്റെ വിസിൽ നമ്മൾ റിമൂവ് ചെയ്യണം. ഈ ഒരു സ്പേസിലാണ് നമ്മൾ ഈ പുട്ടുമേക്കർ വെക്കുന്നത് കേട്ടോ. എല്ലാവർക്കും അറിയുന്നതായിരിക്കും, എന്നാലും ഞാനൊന്ന് പറയുന്നതാണ്. എന്നിട്ട് നന്നായിട്ട് മേലെ കൂടെ ആവി വരും. അപ്പോൾ നമുക്ക് നമ്മുടെ പുട്ട് റെഡി ആയിട്ടുണ്ട്. നമുക്കത് എടുക്കാം. നല്ല ടേസ്റ്റിയാണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്യണേ. ഒരു പ്രാവശ്യം നിങ്ങളിത് ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെയും ഇതുപോലെ തന്നെ ഉണ്ടാക്കുള്ളൂ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.
അടുത്തത് നമ്മുടെ പുട്ടിൻ്റെ കോമ്പിനേഷനായ കടലക്കറിയാണ്. എങ്ങനെ ഉണ്ടാക്കാന്നുള്ളത് നോക്കാം. അപ്പോൾ പുട്ടിൻ്റെ കോമ്പിനേഷനായി കടലക്കറി ഉണ്ടാക്കുന്നതിന് വേണ്ടി തലേ ദിവസം തന്നെ രാത്രി നിങ്ങൾ കടല വെള്ളത്തിൽ കുതിർത്ത് വെക്കണം. ആദ്യം നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം കുറച്ച് വെള്ളം അതിലേക്ക് ഒഴിച്ചു വയ്ക്കുക. 6 to 8 മണിക്കൂറാണ് ഇത് കുതിർത്ത് വെക്കേണ്ടത്. അപ്പോൾ ഞാൻ തലേ ദിവസം തന്നെ കുതിർത്ത് വെച്ചിട്ടുണ്ട്. പിറ്റേ ദിവസം രാവിലെ എടുത്ത് നോക്കുമ്പോഴുള്ളതാണ് കേട്ടോ ഇത്. നന്നായിട്ട് കുതിർന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലെ വെള്ളം ഊറ്റിക്കളയാം. എന്നിട്ട് നന്നായി ഒന്നുകൂടെ വാഷ് ചെയ്തെടുത്തതിന് ശേഷം കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അത് വേവാൻ ആവശ്യമുള്ള വെള്ളം അതിൻ്റെ മീതെ നിൽക്കണം കേട്ടോ. വെള്ളം ഇതുപോലെ നിൽക്കണം, കണ്ടില്ലേ? അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് മൂടി വെക്കാം. നമുക്ക് ഒരു 6 വിസിലാണ് കേട്ടോ ഇത് വേവാൻ എടുക്കുന്ന സമയം. 6 വിസിലിനുള്ളിൽ നന്നായിട്ട് വെന്ത് കിട്ടും. അതിനുശേഷം നമുക്ക് അതിലേക്ക് വേണ്ടുന്ന പ്രിപ്പറേഷൻ നോക്കാം. പാൻ സ്റ്റവിൽ വെച്ച് പാൻ ചൂടാവുമ്പോൾ അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഓയിൽ ചൂടാവുമ്പോൾ കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായിട്ട് പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം നമുക്കതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇത് നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചെടുത്തതാണ്. നിങ്ങൾക്ക് പേസ്റ്റ് രൂപത്തിലാക്കണമെങ്കിൽ അങ്ങനെ ആവാം. ഞാൻ ചതച്ചാണ് എടുത്തിരിക്കുന്നത്. അത് ആഡ് ചെയ്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി അതിലേക്ക് ഇത് വലിയ ഉള്ളിയാണ്, സവോളയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ചെറിയ ഉള്ളി ഇഷ്ടമാണെങ്കിൽ അങ്ങനെ എടുത്തോളൂ. അത് ചോപ്പ് ചെയ്തതാണ്. ഇത് ഒരു തക്കാളി എടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തതാണ്. ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഉള്ളി നന്നായി വാടിയതിന് ശേഷം വേണം നമുക്ക് ടൊമാറ്റോ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ടൊമാറ്റോ നന്നായിട്ട് വാടിയതിന് ശേഷം നമുക്കിതാ കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് മസാല, അത് നിങ്ങൾക്ക് വെജിറ്റബിൾ മസാലയോ അതല്ലാന്നുണ്ടെങ്കിൽ ചിക്കൻ മസാലയോ എടുക്കാം കേട്ടോ. കുറച്ച് മുളക് പൊടി എരിവിനനുസരിച്ചിട്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിൻ്റെ പച്ചമണം മാറുന്നത് വരയ്ക്കും ഒന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം നമ്മളിതാ വേവിച്ച് വെച്ചിരിക്കുന്ന കടലയുണ്ടല്ലോ, അത് ആ വെള്ളത്തോടു കൂടെ അതിലേക്ക് ആഡ് ചെയ്യാം. എക്സ്ട്രാ വെള്ളമൊന്നും ചേർക്കേണ്ട കാര്യമില്ല, അതിൽ തന്നെ ഉണ്ടാവും വെള്ളം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നന്നായിട്ട് തിളച്ച് വരട്ടെ കേട്ടോ. അടച്ചു വെക്കാം നമുക്ക്. നന്നായിട്ട് തിളച്ച് വരുമ്പോൾ കണ്ടില്ലേ, ഈ ഒരു പരുവം വരണം. കുറച്ചൊരു കുറുകി വരണം കേട്ടോ. അപ്പോഴാണ് ആ കടലക്കറിയുടെ ആ ടേസ്റ്റ് വരിക. കണ്ടില്ലേ? ഈ ഒരു പരുവം വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മുടെ കടലക്കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ സ്പെഷ്യൽ പുട്ടും കടലക്കറിയും റെഡി ആയിട്ടുണ്ട്. ചൂടോടുകൂടെ കഴിക്കാൻ നമുക്ക്. വളരെ ടേസ്റ്റിയാണ്. എത്ര കഴിച്ചാലും മതിയാവില്ല. അത്രയ്ക്കും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ടും അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കടലക്കറിയുമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട്. ട്രൈ ചെയ്ത് എല്ലാവരും അഭിപ്രായം അറിയിക്കുക കേട്ടോ. ഉള്ളിപ്പുട്ട്, നാളികേരം ഉള്ളിയും കൂടി ചേർന്നിട്ടുള്ള നാളികേര ഉള്ളിപ്പുട്ട് അല്ലേ? നമ്മളിട്ട് കടല ആഹാ, സ്വർഗം. ഇനി നമുക്ക് മനുക്കുട്ടൻസ് കിച്ചണിന്റെ ഇന്നത്തെ താരങ്ങൾ ആരെല്ലാം എന്ന് നോക്കാം. ഇന്ന് 2 പേരാണ് മനുക്കുട്ടൻസ് കിച്ചൺ റെസിപ്പീസ് ട്രൈ ചെയ്ത് ഫോട്ടോ എടുത്ത് നമുക്ക് അയച്ചു തന്നിരിക്കുന്നത്. ആദ്യത്തേത് പഴം മട ട്രൈ ചെയ്ത് ഫോട്ടോ എടുത്ത് അയച്ചു തന്നിരിക്കുന്നത് ജിഷ്മ ശിവരാജ്, കോണത്തുകുന്ന്, തൃശ്ശൂർ. താങ്ക് യു ജിഷ്മ.
അടുത്തത് ചിക്കൻ മെഴുക്ക് പുരട്ടി ട്രൈ ചെയ്ത് ഫോട്ടോ എടുത്ത് അയച്ചു തന്നിരിക്കുന്നത് ജിജി തോമസ്, കല്ലേറ്റുംകര, തൃശൂർ. താങ്ക് യു ജിജി. ഇനി നിങ്ങൾക്കും ഇതുപോലെ മണിക്കുട്ടൻസ് കിച്ചൺ റെസിപ്പി ട്രൈ ചെയ്ത് ഫോട്ടോ എടുത്ത് ഞങ്ങൾക്ക് അയച്ചു തരാവുന്നതാണ്. ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും മണിക്കുട്ടൻസ് കിച്ചണ് അക്കൗണ്ട് ഉണ്ട്. അതിലൂടെ നിങ്ങൾക്ക് ഫോട്ടോകൾ അയച്ചു തരാവുന്നതാണ്. ഞങ്ങളതെല്ലാം വളരെ സ്നേഹപൂർവ്വം സ്വീകരിച്ച് ഓരോ വീഡിയോസിലും ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ നമുക്കിനി അടുത്ത എപ്പിസോഡിൽ വേറൊരു പുതിയ വിഭവമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ, താങ്ക് യു.